ഫുഡ്, അത് നല്ല വെറൈറ്റി ഫുഡ്, അതെന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നല്ല ഫുഡ് എവിടെ കിട്ടിയാലും അത് തിരഞ്ഞു പിടിച്ച് പോയി കഴിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ മലയാളികൾ. അതിപ്പോൾ ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും സീ ഫുഡ് ആയാലും ചായ ആയാലും ജ്യൂസ് ആയാലും ഷേക്ക് ആയാലും എന്തായാലും നമുക്ക് കിട്ടുന്ന ഫുഡ് അത് വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ള ഒറ്റ ഡിമാൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ജന്മന ഞാനൊരു ഫുഡിയാണെന്ന് ചോദിച്ചാലല്ല, പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ വല്ലാത്തൊരു ഫുഡിയാണ്, ഒരു ഫുഡ് ലവറാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്ത വിശപ്പാണ്. വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കിടന്നുറങ്ങുന്ന വരെ വല്ലാത്ത വിശപ്പാണ്. എന്ത് കിട്ടിയാലും കഴിക്കും എന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് പയ്യെ പയ്യെ ഞാൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെറിയൊരു ഫുഡിയായി മാറിയത്. ഇപ്പോൾ വന്ന് ആര് വീട്ടിൽ നിന്ന് പുറത്തെ ഫുഡ് കഴിക്കുന്നു പറഞ്ഞാലും അപ്പം ഞാൻ കൈ വെക്കും, ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഈ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കോംപ്ലിമെൻ്ററി കിട്ടുന്ന ചായ ഉണ്ടല്ലോ, അതുപോലും സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വെറുതെ ഇടാറില്ല. മന്തിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ അൽഫാം മന്തി. പിന്നെ ഈ മുട്ടയൊക്കെ വെച്ചാൽ ചിക്കൻ ബിരിയാണി. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സകല ഫുഡും ഇപ്പം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഈ ഫുഡ് കഴിക്കൽ മാത്രമല്ല, ഫുഡ് കഴിക്കുന്നതിനെ ക്യാപ്ചർ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആയിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നതും ഒരു കലയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായിട്ടെന്നൊക്കെ പറഞ്ഞത് കടിച്ച് പറിച്ച് കഴിക്കാണല്ലോ ഒരു സൈഡിൽ നിന്ന്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ കുഞ്ഞിക്കൈയുടെ നിന്ന് വന്നത്. ഇനി എൻ്റെ ബേബി ഫുഡിനെ പരിചയപ്പെടാം. ഞന്നിനെ കാണാൻ ഞാനായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പരക്കൊരു ജനസംസാരം ഉണ്ടെങ്കിലും അവളുടെ ക്യാരക്ടർ ഒരു 90% എന്നെപ്പോലെ തന്നെയാണ്. ബേസിക്കലി അവളൊരു ഫുഡ് ലവറാണ്. പക്ഷേ എന്നെപ്പോലെ അതിനെ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും കഴിക്കത്തില്ല. പക്ഷേ പുതിയ പുതിയ ടേസ്റ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് നമ്മൾ സോൾസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്തുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് നമ്മൾ കഴിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഒരു 6-7 മാസത്തിൽ അവൾ കഴിച്ചു തുടങ്ങിയത് ഫ്രഞ്ച് ഫ്രൈസും KFC ഒക്കെയാണ്. പിന്നെ നമ്മൾ പുറത്ത് മോളിലും ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പയ്യെ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ഈ പാർട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫുഡി പാർട്ണറാണ് ഇപ്പം എൻ്റെ നന്നു. എൻ്റെ വായന നൂഡിൽസൊക്കെ പറിച്ചോണം കണ്ടു. നന്നു ബേസിക്കലി ഒരു നോൺ വെജിൻ്റെ ആളാണ്. ചിക്കൻ ഫ്രൈ, KFC അതൊക്കെയാണ് നന്നുവിന് ഇഷ്ടം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പം ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, ഞാനും നന്നുവും കൂടെയാണ്. നേരത്തെ നമ്മൾ ടേബിളിൽ ഓർത്ത് നിന്ന് ചിക്കൻ എടുത്തുകൊണ്ട് പോയി ആ കുഞ്ഞു കൈകൾ കണ്ടില്ലേ, ആ കുഞ്ഞു കൈകളിലാണ് ഒരു ലെഗ് പീസ് ഇരിക്കുന്നത്. സോ ഹിയർ ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈ ബേബി ഫുഡി, മൈ ബേബി ഗേൾ നന്നു. ഇനി ഞാനും നന്നു തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് ഫുഡ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ നന്നു ചായ കുടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ എന്നാലും വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് ചായ എന്ന് നിലവിലായിട്ട് അവൾ വരും. പിന്നെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം, ചോക്ലേറ്റ് ഞങ്ങൾ രണ്ടുപേരുടെയും ഭയങ്കര വീക്ക്നെസ്സാണ്. So now I can proudly say that I created a mini me, a mini foodie me.